തെറ്റുകൾ മനുഷ്യ സഹജമെന്നതുപോലെ തിരുത്തലും മനുഷ്യർക്ക് മാത്രം സവിശേഷമായുള്ള വിവേചനശേഷിയിൽ നിന്നുണ്ടാകുന്നതാണ്. വ്യക്തിയായാലും സംഘടനയായാലും സ്ഥാപനമായാലും തെറ്റുതിരുത്തൽ വലിയ ആത്മവിശ്വാസമുണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്ന പ്രക്രിയയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായ സ്വയം തിരുത്തൽ രാഷ്ട്രത്തിന്റെ നീതിബോധത്തിന് മികച്ച പ്രതീക്ഷ നൽകുന്നു. ആരവല്ലി മലനിരകളിലെ ഹനനവുമായി ബന്ധപ്പെട്ട് സ്വന്തം നിലപാട് തിരുത്താൻ സുപ്രീം കോടതി തയ്യാറായതാണ് ഒന്ന്. മറ്റൊന്ന്, ഉന്നാവോ ബലാത്സംഗ കേസിൽ മുൻ BJP MLA കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ജീവപര്യന്തം തടവ് റദ്ദാക്കി ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തത്. ഉന്നാവോ കേസിലെ ജാമ്യം തടഞ്ഞുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണവും ഏറെ അർത്ഥവത്താണ്. ഉത്തരവ് പുറപ്പെടുവിച്ച ഹൈക്കോടതി ജഡ്ജിമാർ മികച്ചവരാണെങ്കിലും നാം എല്ലാവരും തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. സെൻഗാറിന്റെ ശിക്ഷ റദ്ദാക്കിയ ഡിസംബർ 23 ഹൈക്കോടതി ഉത്തരവിനെതിരെ CBI സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ JK മഹേശ്വരി, അഗസ്റ്റിൻ ജോർജ് മാസിക് എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് പരിഗണിച്ചത്. ഉന്നാവോയിലെ സാഹചര്യം ഗുരുതരമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് കൂടുതൽ വാദത്തിലേക്ക് കടക്കാമെന്ന് അറിയിക്കുകയും അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഒരു കോടതിക്കെതിരെയും ഞാൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല. എല്ലാ കോടതികളെയും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ സുപ്രീം കോടതി എനിക്ക് നീതി നൽകി. അത് തുടരുമെന്ന് വിശ്വാസമുണ്ട് എന്നാണ് അതിജീവിത പ്രത്യാശ പ്രകടിപ്പിച്ചത്. ആരവല്ലി മലനിരകളുടെ നിർവചനം മാറ്റിയതിനെ തുടർന്ന് ഉയർന്ന ആശങ്കയ്ക്ക് താൽക്കാലിക വിരാമമിട്ടുകൊണ്ടാണ് തിങ്കളാഴ്ച സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായത്. നവംബർ 20 ഇതേ കോടതി അംഗീകരിച്ച റിപ്പോർട്ട് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ നീതിപീഠം സ്വമേധയാ തീരുമാനിക്കുകയായിരുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിയോഗിച്ച സമിതിയുടെ ശുപാർശയ്ക്കനുസരിച്ച് അന്നത്തെ ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് പുതിയ നിർവചനം അംഗീകരിച്ചത്. പിന്നാലെ പരിസ്ഥിതി സംഘടനകളടക്കം ശക്തമായ പ്രതിഷേധമുയർത്തിയതോടെ കോടതി സ്വയമേവ ഹർജി പരിഗണിക്കുകയായിരുന്നു. മുൻ സമിതിയുടെ ശുപാർശകൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതികാഘാതം പഠിക്കാൻ പുതിയ വിദഗ്ധ ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ അവധിക്കാല ബെഞ്ച് ഉത്തരവിട്ടു. 100 മീറ്ററിലധികം ഉയരമുള്ള കുന്നുകളെ മാത്രമേ ആരവല്ലി മലനിരകളായി കണക്കാക്കാനാകൂ എന്നും അതിൽ താഴെയുള്ളിടത്ത് ഖനനം നടത്താമെന്നുമായിരുന്നു നേരത്തെ അംഗീകരിച്ച റിപ്പോർട്ട്. അതനുസരിച്ച് ആരവല്ലിയുടെ 90% ഭാഗവും നിർവചന പരിധിക്ക് പുറത്താകും. ഈ ആശങ്ക വസ്തുതാപരമായും ശാസ്ത്രീയമായും ശരിയാണോ എന്ന് നിർണ്ണയിക്കാനാണ് പുതിയ സമിതിയെ നിയോഗിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമിതിയുടെ റിപ്പോർട്ട് നൽകുന്നതുവരെ ആരവല്ലിയിൽ തുടർ നടപടികൾ പാടില്ല. മലനിരകളുടെ ഘടനയും പരിസ്ഥിതിയും തകരരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹർജി അടുത്ത മാസം 21 വീണ്ടും പരിഗണിക്കും. നിയമനിർമ്മാണത്തിലെ പിഴവുകൾക്കും എക്സിക്യൂട്ടീവ് ആക്രമണങ്ങൾക്കുമെതിരായ ഒരു വസ്തുതാ പരിശോധനാ പ്രക്രിയയാണ് ജുഡീഷ്യൽ അവലോകനം. ജനാധിപത്യത്തിൽ കോടതികളുടെ പങ്ക് മിക്കപ്പോഴും ഭൂരിപക്ഷ വിരുദ്ധമായിരിക്കാനും ഇടയുണ്ട്. എങ്കിലും വ്യക്തി സ്വാതന്ത്ര്യം അപകടത്തിലാകുമ്പോൾ ജനങ്ങളുടെ അന്തിമ ആശ്രയം നീതിന്യായ സംവിധാനം മാത്രമാണ്. ഭരണഘടനാപരമായും സാമൂഹികമായും പ്രാധാന്യമുള്ള നിരവധി വിധിന്യായങ്ങൾ നമ്മുടെ കോടതികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ചില വിധികൾ പ്രതിലോമകരമായിട്ടുണ്ട് എന്നതും വാസ്തവം. അത്തരം ചില ഉത്തരവുകളെ കോടതികൾ മുമ്പും തിരുത്തിയിട്ടുണ്ട്. ചിലത് കീഴ്ക്കോടതികളെ തിരുത്തുകയായിരുന്നെങ്കിൽ മറ്റു ചിലത് സ്വയം തിരുത്തലായിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ നിർണായക വിധികൾ പലതും ജനാധിപത്യ സംവിധാനത്തിൽ അലോസരമുണ്ടാക്കുന്നതാണെന്നത് വിസ്മരിക്കാനാവുന്നതല്ല. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കാനാകില്ല. എല്ലാ സ്വകാര്യ സ്വത്തുക്കളും സമൂഹത്തിന്റെ ഭൗതിക വിഭവങ്ങളായി കണക്കാക്കാനാവില്ല. വഖഫ് ഭേദഗതി നിയമം തുടങ്ങിയ വിധികൾ ജനാധിപത്യത്തിന് ചേർന്നതാണോ എന്ന ചോദ്യം നിയമവൃത്തങ്ങൾ തന്നെ ഉയർത്തിയിരുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഉന്നത നീതിപീഠത്തിൽ നിന്ന് സ്വയം തിരുത്തൽ ഉണ്ടാകുന്നതെന്നത് ശുഭോദർക്കമാണ്.